മസനഗുഡിയിലെ കാടിന് നടുവിലൂടെയുള്ള വനപാത. ആ വഴി രാത്രി കടന്നു പോവുക കുറച്ച് പ്രയാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോറിയുമായി അബുവും അപ്പുവും പോകാൻ ഉറപ്പിച്ചത്. ആനയും നരിയും കാട്ടുപോത്തുമൊക്കെ രാത്രിയാകുമ്പോൾ വഴിയിലേക്ക് ഇറങ്ങി തുടങ്ങും. മൂടൽമഞ്ഞ് കാഴ്ച മറയ്ക്കും. നിശബ്ദമായ കാട്, വഴിയോരമൊക്കെ വിജനമായി കിടക്കുകയാണ്. പെട്ടെന്ന് വണ്ടിയുടെ ടയർ എന്തിലോ ഇടിച്ചു നിന്നു. എന്താണെന്ന് നോക്കാൻ അപ്പു പുറത്തേക്കിറങ്ങാൻ ഒരുങ്ങിയതും അബു അവനെ തടഞ്ഞു. ദൂരെ നിന്ന് ഒരു കാട്ടുപോത്ത് ഓടി വരുന്നത് അയാൾ കണ്ടിരുന്നു. അബു അത് അപ്പുവിനെ കൈ ചൂണ്ടി കാട്ടിക്കൊടുത്തു. വണ്ടിയുടെ മുന്നിലുള്ള കാഴ്ച മാത്രമേ വ്യക്തമാകുന്നുള്ളൂ. ഇരുവശങ്ങളും മഞ്ഞു മൂടി തുടങ്ങിയിരുന്നു. കൂരിരുട്ട്. അവർ ദൂരേക്ക് നോക്കി. എന്നാൽ ദൂരെ നിന്ന് ഓടി വന്ന കാട്ടുപോത്തിന്റെ സ്ഥാനത്ത് ഒരു പ്രാകൃത രൂപമാണ് അവർ കണ്ടത്. അവർ വണ്ടിയുടെ ഹോൺ മുഴക്കി. അത് കേട്ടുകൊണ്ടാവണം ആ ജീവി വണ്ടിയുടെ മുന്നിലൂടെ റോഡ് മുറിച്ചു കടന്ന് ഓടി. കാളയുടെ കാലുകളായിരുന്നു അതിന്. മുകളിലേക്ക് മനുഷ്യരൂപവും. അതെന്താണെന്ന് മനസ്സിലാക്കാനാവാതെ അവർ മുഖത്തോട് മുഖം നോക്കി. ഇന്ന് രാത്രി വണ്ടിയിൽ തന്നെ ചിലവഴിക്കാമെന്നും പുറത്തിറങ്ങുന്നത് അപകടമാണെന്നും അവർ മനസ്സിലാക്കി. ഒരു മനുഷ്യന് ഇങ്ങനത്തെ കാലുകൾ അവർ ആദ്യമായാണ് കാണുന്നത്. അബു ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് തലയിട്ട് നോക്കി. ഒരിക്കൽ കൂടി വണ്ടി സ്റ്റാർട്ടാക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. പെട്ടെന്ന് എതിരെ ഒരു മിനി ലോറി പാഞ്ഞു വന്നു. അടുത്തായി വന്ന് ഹോൺ അടിച്ചു വന്നു നിന്നു. ഈ സമയത്ത് നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? വണ്ടി എടുത്തോണ്ട് പോയിക്കോ വേഗം, ഈ സ്ഥലം അത്ര ശരിയല്ല. ആ ഡ്രൈവറുടെ മുഖത്ത് ഭയം നിഴലിച്ചിരുന്നു. അത്രയും പറഞ്ഞ് അവരെന്തെങ്കിലും പറയും മുന്നേ അയാൾ വണ്ടിയുമായി പാഞ്ഞുപോയി. അബുവേട്ട മാറ്, ഞാൻ എടുത്തു നോക്കാം. അപ്പു ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു. വണ്ടി മുമ്പോട്ടെടുത്തു. നന്നേ പാടുപെട്ട് വണ്ടി ഒന്ന് അനങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഏതാണ്ട് ഇടിമുഴങ്ങുന്ന പോലെ. എന്താടാ അത്? അവർ പരസ്പരം നോക്കി. തലയിട്ട് ഇരുവരും പുറത്തേക്ക് നോക്കി. ഞെട്ടിത്തെറിച്ചുപോയി ഇരുവരും. മുമ്പ് കണ്ട ആ ജീവി അതാ പിന്നിൽ നിൽക്കുന്നു. പേടിച്ച് വിറങ്ങലിച്ചു പോയി അവർ. വണ്ടി സ്റ്റാർട്ടാക്കാൻ ആഞ്ഞു പരിശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി. അപ്പു വണ്ടി മുന്നിലേക്കെടുത്തു.